നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടി നേരിട്ടതിന് തൊട്ടു പിന്നാലെ ഇപ്പോഴിതാ പ്രചാരകരെ സ്ഥലം മാറ്റിയിരിക്കുകയാണ് RSS നേതൃത്വം. അയോധ്യ പ്രചാരകനെ ഗോരഖ്പൂരിലേക്കും സുൽത്താൻപൂർ പ്രചാരകനെ കാശിയിലേക്കും കാശി പ്രചാരകനെ ലക്നൌവിലേക്കുമാണ് നിലവിൽ മാറ്റിയിരിക്കുന്നത്. മാത്രമല്ല നിരവധി പ്രചാരകർക്ക് പുതിയ റോളുകളും നൽകിയിട്ടുണ്ട്. ലക്നൌവിൽ നടന്ന 3 ദിവസത്തെ യോഗത്തിന് ശേഷമാണ് ഈ നിർണായക തീരുമാനം RSS നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുടനീളം രാമക്ഷേത്രം ബി.ജെ.പി വലിയ തോതിൽ പ്രചാരണ വിഷയമാക്കിയിരുന്നു. എന്നാൽ രാമക്ഷേത്രം നിലനിൽക്കുന്ന അയോധ്യയിലടക്കം ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടി നേരിട്ടേണ്ടി വന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ച വാരണാസിയിൽ പോലും ബി.ജെ.പിക്ക് തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. വോട്ട് വിഹിതത്തിലടക്കം വലിയ തോതിലുള്ള കുറവുണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് RSS ഒരു പുനഃസംഘടനയിലേക്ക് കടന്നിരിക്കുന്നത്. UP-യിൽ തങ്ങളുടെ സ്വാധീനം ശക്തിപ്പെടുത്താൻ തന്നെയാണ് നിലവിൽ RSS നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര ഭരണം ഉൾപ്പെടെ നിയന്ത്രിക്കുന്നതിൽ ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ സാഹചര്യം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതിനാൽ തന്നെ തന്ത്രങ്ങൾ പുനഃക്രമീകരിക്കുന്നതിനും ഭാവി തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിയുടെ വിജയം ഉറപ്പിക്കുന്നതിനും വേണ്ടി RSS ആണ് ഇപ്പോൾ കടിഞ്ഞാൺ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ഉത്തർപ്രദേശിൽ എന്തൊക്കെ സംഭവിക്കുന്നുവോ അതിന്റെയൊക്കെ പ്രതിഫലനം കേന്ദ്ര നേതൃത്വത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോഴിതാ ഉത്തർപ്രദേശിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് RSS അവിടെയുള്ള തന്ത്രങ്ങൾ പുനഃക്രമീകരിക്കുന്നതിന് വേണ്ടിയും ബി.ജെ.പിയുടെ വോട്ട് വിഹിതവും വരും തെരഞ്ഞെടുപ്പുകളിൽ വിജയ സാധ്യതയും മറ്റും ഉയർത്തുന്നതിനായി ഈ കടിഞ്ഞാൺ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ ഭൂമികയിൽ ഇത് നിർണായകമായ ചലനം ഉണ്ടാക്കുമെന്നതിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക് മലയാളം.